ചാന്ദ്രദിന ക്വിസ് LP UP HS HSS പാർട്ട് 7. ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഫ്ലൈ ബൈ സ്പേസ് ക്രാഫ്റ്റിനെ കുറിച്ചുള്ള ചോദ്യ ഉത്തരങ്ങളാണ്. ആകാശഗോളങ്ങൾക്കടുത്തുകൂടി സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന ദൗത്യത്തിന് പറയുന്ന പേരാണ് ഫ്ലൈ ബൈ സ്പേസ് ക്രാഫ്റ്റ്. ഫ്ലൈ ബൈ ദൗത്യങ്ങൾ നടത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം റഷ്യയും അമേരിക്കയുമാണ്. ചന്ദ്രൻ്റെ അടുത്തുകൂടി പറന്ന് ഫ്ലൈ ബൈ നടത്തിയ ആദ്യ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ലൂണ 1 അത് വിക്ഷേപിച്ചത് 1959 ജനുവരി 2 റഷ്യയാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ലൂണ 3 ആണ് രണ്ടാമതായി ഫ്ലൈ ബൈ നടത്തിയ പേടകം. അത് വിക്ഷേപിച്ചിട്ടുള്ളത് 1959 ഒക്ടോബർ 4 ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ചന്ദ്രൻ്റെ മറുവശം അതിൻ്റെ ഫോട്ടോ ഭൂമിയിൽ എത്തിച്ചത് ലൂണ 3 ആണ്. ഈ പേടകം വിക്ഷേപിച്ചതും റഷ്യയാണ്. അടുത്ത ഒരു ബഹിരാകാശ പേടകമാണ് സോണ്ട് 5. ഇത് വിക്ഷേപിച്ചിരിക്കുന്നത് 1968 സെപ്റ്റംബർ 18 ഇത് ചന്ദ്രൻ്റെ 1200 കിലോമീറ്റർ അടുത്ത് വരെ സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ഭൂമിയിലെത്തിച്ചിട്ടുണ്ട്. ഈ പേടകം വിക്ഷേപിച്ചതും റഷ്യയാണ്. അടുത്തതായി അമേരിക്ക നടത്തിയ ഒരു ഫ്ലൈ ബൈ സ്പേസ് ക്രാഫ്റ്റാണ് മറൈനർ 2. 1962 ഓഗസ്റ്റ് 27 വിക്ഷേപിച്ച ഈ പേടകം ശുക്രഗ്രഹത്തിനടുത്തുകൂടിയാണ് സഞ്ചരിച്ചത്. 1962 ഡിസംബർ 14 ശുക്രന് 34,773 കിലോമീറ്റർ അടുത്ത് വരെ ഈ പേടകം എത്തിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പറയുന്നത് പയനീർ 10-11 ഫ്ലൈ ബൈ സ്പേസ് ക്രാഫ്റ്റിനെ കുറിച്ചാണ്. 1972 വിക്ഷേപിച്ച ഈ പേടകം വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ സമീപത്തുകൂടി സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ഇത് അമേരിക്കയുടെ ഒരു ദൗത്യമാണ്. അടുത്തതായി വോയേജർ 1 എന്ന പേടകത്തെക്കുറിച്ചാണ്. 1977 സെപ്റ്റംബർ 5 ഈ പേടകം വിക്ഷേപിച്ചത്. വ്യാഴം, ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ എന്നിവയെ ഫ്ലൈ ബൈ ചെയ്ത പേടകമായിരുന്നു. 170 AU അഥവാ 25.4 ബില്യൺ കിലോമീറ്റർ ഭൂമിയിൽ നിന്നും അകലെയാണ് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി വോയേജർ 2. 1977 ഓഗസ്റ്റ് 20 വിക്ഷേപിച്ച ഈ പേടകം ഫ്ലൈ ബൈ ചെയ്യുന്നത് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെയാണ്. 141 AU ദൂരം വരെയാണ് ഈ പേടകം എത്തിയത്. ഇത് അമേരിക്കയുടെ പരീക്ഷണം.